ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകുന്നു. ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുകയാണ്. തത്സമയം കെ പി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, മണ്ഡലപൂജ നടക്കുകയാണല്ലേ? അമോത്തി, മണ്ഡലപൂജയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. കലശാഭിഷേകം കഴിഞ്ഞു. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നിവേദ്യത്തിനായി നട അടച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പ്രസന്ന പൂജയ്ക്ക് നടയടയ്ക്കും. അത് തുറക്കുമ്പോഴാണ് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദർശനം, അയ്യപ്പൻ്റെ ദർശനം ഉണ്ടാവുക. ഏതായാലും അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ കാത്തിരുന്ന ഒരു പ്രധാന ദിവസം, അതായത് ഈ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലക്കാലത്തിന് ശുഭ പര്യവസാനം കുറിക്കുന്ന ആ ഒരു ദിനം, ആ ഒരു പൂജ, അതാണ് ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയം കഴിഞ്ഞാൽ ഈ പൂജയ്ക്ക് നടയടച്ച് നട തുറക്കുമ്പോഴാണ് വീണ്ടും തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ഒരു ദീപാരാധന ഉണ്ടാവുക. ഒരു സ്വർണ്ണപ്രഭയിലുള്ള അയ്യപ്പനെ കണ്ട് തൊഴാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ ആ ഒരു ദർശനം ഭക്തർക്ക് സിദ്ധിക്കുക. ഈ ആദ്യം രാവിലെ 10 മണിയോട് കൂടിയാണ് പൂജ ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യം കലശപൂജകളാണ് നടന്നത്. കലശപൂജയ്ക്ക് ശേഷം കളഭാഭിഷേകം നടന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂജയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക്, പ്രധാന ചടങ്ങുകളിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും ഇനി ആളുകൾ കാത്തിരിക്കുന്നത് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ആ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം കണ്ട് തൊഴാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആളുകളുള്ളത്. അല്പസമയത്തിനകം ഏതാണ്ട് 11 മണിയോട് കൂടി തന്നെ ഈ പൂജയ്ക്ക് ശേഷമുള്ള നട തുറന്നുള്ള തങ്കയങ്കി ചാർത്തിയുള്ള ആ ദീപാരാധന ആളുകൾക്ക്, അയ്യപ്പന്മാർക്ക് കണ്ട് തൊഴാനുള്ള അവസരം ഉണ്ടാകും. അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സന്നിധാനത്ത് ഓരോ അയ്യപ്പന്മാരുമുള്ളത്. കർശന നിയന്ത്രണത്തോടു കൂടി മാത്രമേ തീർത്ഥാടകരെ മല ചവിട്ടാൻ അനുവദിക്കുന്നുള്ളൂ. ഇന്ന് വൈകിട്ട് 10 മണിയോട് കൂടി ഈ നട അടയ്ക്കുകയും ചെയ്യും. പിന്നീട് 3 ദിവസത്തിന് ശേഷം 30-ാം തീയതിയാണ് വീണ്ടും നട തുറക്കുക. ഏതായാലും ഒരു തീർത്ഥാടന കാലത്തിന് 41 ദിവസം നീണ്ടുനിന്ന ആ മണ്ഡലകാലത്തിന് അവസാനമാവുകയാണ്. അതിൻ്റെ ആ ഒരു എല്ലാ പുണ്യവും പകർന്നുകൊണ്ടാണ് ഇപ്പോൾ സന്നിധാനത്ത് മണ്ഡലപൂജ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷം, ശരണം വിളിയിലൂടെ നിരവധി ഭക്തജനങ്ങൾ അവിടെ കാത്തുനിൽപ്പുണ്ട്. ഇപ്പോൾ നിവേദ്യത്തിനായി നട അടച്ചിരിക്കുന്ന സമയമാണ്. കെ പി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ, ഇന്ന് രാത്രിയോടുകൂടി ഈ മണ്ഡല കാലത്തിന് പരിസമാപ്തിയാവുന്നു. ഇന്ന് 10 മണിയോടെ ഹരിവരാസനം പാടി നടയടക്കുകയാണല്ലേ? അതായത് 41 ദിവസം അയ്യപ്പനും അതുപോലെ തന്നെ ഭക്തനും ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു സന്ദേശം നൽകുന്ന, എല്ലാ ഒരുമയുടെ, ജാതി മത ഭേദദേശ ഇല്ലാതെ എല്ലാവരും ഒന്നാണ്